എടാ നിനക്ക് കാശ് വല്ലതും വേണോ? വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ചേട്ടാ ടൂറിന് പോകാൻ ഒരു 2000 രൂപ തരൂ. നീ തൽക്കാലം എൻ്റെ കാശിന് ടൂറിന് പോകണ്ട കേട്ടാ. എടാ എന്നാടാ ഈ ഷർട്ട് നീ വെച്ച്. ഞാൻ ട്യൂഷന് പോയിട്ട് കൊണ്ട് തരാം. നീ ഇപ്പൊ തൽക്കാലം എൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് ട്യൂഷൻ ഉണ്ടാക്കണ്ട. എടാ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ മുക്കിന് വെച്ചിട്ട് നിന്റെ അനിയൻ കുറെ പിള്ളേരുമായിട്ട് പോയതാണ്ട് പുകച്ചോണ്ട് നിൽക്കുന്ന കണ്ടു. കഞ്ചാവായിരിക്കും ഇല്ലയോ? അപ്പാപ്പാ അവൻ എൻ്റെ അനിയനല്ലേ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പാപ്പൻ്റെ മോൻ പെണ്ണുകേസിപ്പെട്ടിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയായിരുന്നു? ഇല്ലല്ലോ, അവൻ്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. ആദ്യം ഇയാൾ വലിച്ചിറങ്ങുന്ന ആ മുറുക്കാൻ തുടച്ചോളാം, എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോ. നീ അവിടെ പോവോ? ഞാൻ മറ്റേ ട്യൂഷന്. നീ എന്തിനാ നടന്നു പോകുന്നത്? എന്നാ വണ്ടി എടുത്തു വന്നാ. ചേട്ടാ നീ നടന്നങ്ങ് പോയാൽ മതി, പിന്നെ പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങാൻ വേണ്ടി വണ്ടി ഇത് പടാടും. 3 മുട്ടയുള്ളോ? അമ്മ ഒരു മുട്ടയും കൊടുത്താ. എന്നാടാ എന്നാ നീ എൻ്റെ എടുത്തു. എന്തുവാടാ ഇത്? ഫോൺ. എടാ നീ എന്തിനാണ് പെൺപിള്ളേർക്ക് ഈ വൃത്തിയായിട്ട മെസ്സേജ് ഒക്കെ അയക്കുന്നത്? ഫ്ലാഷ് ബാക്ക്. എടി കുടുംബത്തിൽ പിറന്ന പെൺപിള്ളേരിടുന്ന ഡ്രസ്സാണോടി നീ കേട്ടേക്കുന്നത്? വാടച്ചി ഉറങ്ങുവാണ്. ഒരു ഫോട്ടോ അയച്ചു തരൂ. പാലക്കാട് ഇപ്പൊ എത്ര മണിയായി? നിന്റെയൊക്കെ ഫെമിനിസം നിന്റെ കൈ വെച്ചാ മതി. അവള് ബീച്ചിൽ കിടന്ന് കുട്ടിനിക്കർ വിട്ട് കിടന്ന് മറിയുന്നു. പപ്പാസ് ഏഞ്ചൽ, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. ഒരു മരു എന്ത് ഡ്രസ്സാ ഇട്ടേക്കുന്നേ. മോളുവിനെ കണ്ടാലേ അറിയാലോ മോളൊരു പൂക്കി മോളാണ്. പഞ്ചമി പിപ്പി കുളിച്ച കുറെ ഫെമിനിസ്റ്റുകൾ വന്നേക്കുന്നു. കണ്ട അറിയല്ലോടി നീയൊക്കെ പുറമ്പോക്ക് കോളനിയാണ്. എടാ ഇതൊക്കെ ആരെങ്കിലും പോയി കംപ്ലൈന്റ് ചെയ്താൽ വലിയ പ്രശ്നമാകത്തില്ലേ? പ്രശ്നം വന്നാ ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കത്തില്ലേ? ഞാനല്ലാതെ പിന്നെ ആര്? അതായത് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ, എടുത്തൊരു ഫോണിൽ നിന്ന് പെൺപിള്ളേർക്ക് രാത്രി അശ്ലീല ചവയുള്ള മെസ്സേജുകളും അസഭ്യ കമന്റുകളും ഇടുന്നുണ്ടെന്ന്. ആരാടാ ഇവിടെ? ചുട്ടുമണി 1,16,000. ചേട്ടാ തൂക്കി എന്തേലും ഒന്ന് ചെയ്. അത് സാർ, അത് ഞാനല്ല, ഇവനാ സാറേ. ഇവനെ കണ്ടറിഞ്ഞൂടി, ഇവൻ പഴച്ചവനാ സാറേ, പഴച്ചവനാ. ചേട്ടാ പോളാവുന്നു. രാത്രി ഇവൻ ഇത് തന്നെ സാറേ പണി. ചേട്ടൻ എങ്ങനെ ഉണ്ട്? അത് നീ ചാറ്റ് ചെയ്യുന്ന പഞ്ചമി ബിബി എന്റെ പേക്ക് കൊണ്ട് കുളിച്ചില്ലടാ. ഇവനെയൊക്കെ പിടിച്ച് അകത്തിറാ. അല്ല സാറേ. ചേട്ടാ ഞാനോ? നീ അല്ലാതെ പിന്നെ ആര്?